ജാമ്യവ്യവസ്ഥ ലംഘിച്ച പൾസർ സുനിക്കെതിരെ കോടതിയിൽ റിപ്പോർട്ട്. നടിയെ ആക്രമിച്ച കേസിൽ അന്വേഷണ സംഘമാണ് വിചാരണ കോടതിയിൽ റിപ്പോർട്ട് നൽകിയത്. പൾസർ സുനിയുടെ ജാമ്യം റദ്ദാക്കണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടും. കുറുപ്പംപടിയിലെ ഹോട്ടലിൽ അതിക്രമം നടത്തിയതിന് സുനിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. കൊച്ചിയിൽ നിന്ന് ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ജിജീഷ്, ജാമ്യവ്യവസ്ഥയാണ് പൾസർ സുനി ലംഘിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരിക്കുന്നു പോലീസ്. മറ്റ് നടപടിക്രമങ്ങൾ എങ്ങനെയാണ്? ദേവിക, കർശന ജാമ്യവ്യവസ്ഥകളിലായിരുന്നു 7.5 വർഷത്തോളം നടിയെ ആക്രമിച്ച കേസിൽ റിമാൻഡിൽ തുടരുകയായിരുന്ന പൾസർ സുനിക്ക് ജാമ്യം ലഭിച്ചത്. അങ്ങനെ കർശന വ്യവസ്ഥകളോടെയുള്ള ജാമ്യത്തിലുള്ളപ്പോഴാണ് പൾസർ സുനി വീണ്ടും അതിക്രമം കാണിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തുകയും എല്ലാം ചെയ്തത്. ഇത്തരം സംഭവങ്ങളാണ് ഇപ്പോൾ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് വിചാരണ കോടതിക്ക് അന്വേഷണ സംഘം നടിയെ ആക്രമിച്ച കേസിലെ അന്വേഷണ സംഘം റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ജാമ്യം റദ്ദാക്കണമെന്ന കാര്യം തന്നെയാണ് അതിൽ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. കാരണം ജാമ്യ വ്യവസ്ഥകളെല്ലാം തന്നെ പൾസർ സുനി ലംഘിച്ചിരിക്കുകയാണ്. മറ്റ് കേസുകളിൽ ഉൾപ്പെടരുത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ ജാമ്യ വ്യവസ്ഥയിൽ ഉണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം ലംഘിച്ചു തന്നെയാണ് കഴിഞ്ഞ ഞായറാഴ്ച രാത്രി 11 മണിക്ക് കുറുപ്പംപടിയിലെ ഹോട്ടലിൽ പൾസർ സുനിയും സുഹൃത്തും ഭക്ഷണം കഴിക്കാൻ എത്തുന്നു. അവിടെ ഭക്ഷണം അല്പം രണ്ടാമത് ചോദിച്ച ഭക്ഷണം ലഭിക്കാൻ വൈകി എന്നതിൻ്റെ പേരിലാണ് ഗ്ലാസുകൾ എറിഞ്ഞുടക്കുന്നത്. ഒപ്പം തന്നെ അവരെ ഭീഷണിപ്പെടുത്തുന്നത്. CCTV ദൃശ്യങ്ങൾ പതിയാത്ത ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ കൊന്നുകളയും എന്നതടക്കമുള്ള ഭീഷണിയായിരുന്നു പൾസർ സുനി മുഴക്കിയത്. മാത്രമല്ല അവിടെ വലിയ നാശനഷ്ടങ്ങൾ ഹോട്ടലിന് ഉണ്ടാക്കുകയും ചെയ്തു. തുടർന്ന് ഉടമ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു പൾസർ സുനിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തതും പിന്നീട് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തത്. അങ്ങനെ ജാമ്യവ്യവസ്ഥകൾ ജയിച്ചു. കഴിഞ്ഞ സെപ്റ്റംബറിലാണ് സുപ്രീം കോടതി പൾസർ സുനിക്ക് ജാമ്യം അനുവദിച്ചത്. വിവിധ കോടതികളെ ജാമ്യവുമായി ബന്ധപ്പെട്ട് സമീപിച്ചിരുന്നു. എന്നാൽ മുഖ്യ കണ്ണിയാണ് പുറത്തിറങ്ങിയാൽ സ്വാധീനിക്കാൻ, സാക്ഷികളെ അടക്കം സ്വാധീനിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഏറ്റവും പ്രമാദമായ ഒരു കേസിലെ മുഖ്യ പ്രതി ഇത്തരത്തിൽ പുറത്തിറങ്ങുന്നത് അത് കേസന്വേഷണത്തെ ബാധിക്കുമെന്നതടക്കമുള്ള വാദങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മറ്റു കോടതികൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജാമ്യം നിഷേധിച്ചിരുന്നു, അല്ലെങ്കിൽ പുറത്തിറങ്ങുന്നത് തടഞ്ഞിരുന്നു. എന്നാൽ സുപ്രീം കോടതി ഇക്കാര്യത്തിൽ ചൂണ്ടിക്കാണിച്ചത് ഏറെ വർഷങ്ങളായി ജയിലിൽ തുടരുകയാണ്. മാത്രമല്ല വിചാരണ നടപടി നീളുകയാണ്. ഇങ്ങനെ വിചാരണ നടപടി നീളുമ്പോൾ അനന്തകാലത്തോളം ഇത്തരത്തിൽ ജയിലിൽ തുടരേണ്ട ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരിക്കുന്നത് എന്ന പൾസർ സുനിയുടെ ഒരു വാദം അംഗീകരിച്ചുകൊണ്ടായിരുന്നു സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചതും. കഴിഞ്ഞ സെപ്റ്റംബറിൽ പൾസർ സുനി ജയിലിന് പുറത്തേക്ക് ഇറങ്ങിയതും. പൾസർ സുനി ജയിലിന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ ഇയാൾക്ക് പുറത്തു നിന്നുള്ള വലിയ പിന്തുണ ലഭിക്കുന്നുണ്ട്, വലിയ സാമ്പത്തിക സഹായം അടക്കം ലഭിക്കുന്നുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. വില കൂടിയ ആർഭാട ജീവിതത്തിലേക്ക് പൾസർ സുനി ജയിൽ മോചിതനായ ശേഷം മാറുന്നു എന്നതടക്കം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. ഇതടക്കം രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ റിപ്പോർട്ട് യഥാസമയങ്ങളിൽ അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു കുറ്റകൃത്യത്തിൽ കൂടി പൾസർ സുനി ഉൾപ്പെട്ടിരിക്കുന്നതും ഇതുമായി ബന്ധപ്പെട്ട് വിചാരണ കോടതിയിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നതും. ദേവിക. ശരി ജിജീഷ്.